നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂൺ മാസം 11-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരളത്തിൽ വീണ്ടും അതിശക്ത മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്നും നാളെയും സംസ്ഥാനത്ത് അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. ഇത് പ്രകാരം 2 ദിവസം 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലും നാളെ കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലുമാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. അതേസമയം ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശ്ശൂർ ജില്ലകളിലും യെല്ലോ അലേർട്ട് ആയിരിക്കും. ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ തന്നെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരളം ഇന്നേ വരെ നേരിട്ടിട്ടില്ലാത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. ധവളപത്ര പ്രകാരം സംസ്ഥാനത്തിൻ്റെ മൊത്തം കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണ്. അതായത് GDP-യുടെ 39.5%. മുൻ സർക്കാർ കണക്ക് കാണിക്കാത്ത 20,500 കോടിയുടെ ബാധ്യത വരുത്തിയതായിട്ടും സപ്ലൈകോ, മെഡിക്കൽ കോർപ്പറേഷൻ എന്നിവയുടെയൊക്കെ തന്നെ ശമ്പള ഇനങ്ങളിൽ 48,733 കോടി രൂപ കുടിശ്ശികയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ ജില്ലയ്ക്ക് മാത്രം 20.4% തുക വിനിയോഗിച്ച കിഫ്ബി പദ്ധതികളിൽ വലിയ വിവേചനം നടന്നിട്ടുണ്ടെന്നും ഇതിനെ മറികടക്കാൻ ധനവകുപ്പ് പഠനം നടത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കൂടാതെ പാലക്കാട്ടെ നെൽ കർഷകർക്ക് 52 കോടി രൂപ ഉടൻ വിതരണം ചെയ്യുമെന്നും നെല്ല് സംഭരണം ദേശീയ ബാങ്കുകളെ ഏൽപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹൈക്കോടതി സ്പെഷ്യൽ പ്ലീഡർമാരെ മാറ്റിയതായിട്ടും ബോർഡ് ചെയർമാൻമാരെ ഉടൻ നിയമിക്കുമെന്നും അറിയിച്ച മുഖ്യമന്ത്രി തൃശൂർ വെടിക്കെട്ട് ദുരന്തബാധിതർക്ക് 13 ലക്ഷം രൂപ ധനസഹായവും ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മകൾക്ക് ആശ്രിത നിയമനവും നൽകുമെന്നും അന്വേഷണം CBIക്ക് വിട്ടതായിട്ടും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ജൂലൈ 19 വരെയുള്ള ട്രോളിംഗ് നിരോധനത്തിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായതായിട്ടും അദ്ദേഹം അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്താൽ പിഴ ഈടാക്കുന്നതിന് പുറമെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നിയമവും സംസ്ഥാനത്ത് ഉടൻ നടപ്പിലാക്കിയേക്കും. കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം ഹെൽമറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവരുടെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ വ്യവസ്ഥയുണ്ടെങ്കിലും കേരളത്തിൽ ഇതുവരെ ഇത് കർശനമായിട്ട് നടപ്പിലാക്കിയിരുന്നില്ല. എന്നാൽ നിയമലംഘനങ്ങളൊക്കെ വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ ഇനി മുതൽ പിഴ ചുമത്തുന്നതിന് പുറമെയായിട്ട് 3 മാസത്തെ സസ്പെൻഷൻ നടപടികളിലേക്ക് കൂടി കടക്കാനാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ ഒരുങ്ങുന്നത്. ഹെൽമറ്റ് ധരിക്കാത്തവരെ പരിശീലന കേന്ദ്രത്തിൽ അയച്ച് ചട്ടങ്ങൾ പഠിപ്പിക്കാനും സാമൂഹിക സേവനത്തിന് നിയോഗിക്കാനും നിലവിൽ ഇപ്പോൾ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. കേന്ദ്ര നിയമപ്രകാരം ഹെൽമറ്റ് ഇല്ലെങ്കിൽ 1000 രൂപയാണ് പിഴയെങ്കിലും സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ച് കേരളത്തിൽ ഇത് 500 രൂപയായിട്ട് കുറച്ചിരുന്നു. എന്നാൽ പുതിയ നീക്കം അനുസരിച്ച് പിന്നിലിരിക്കുന്ന യാത്രക്കാരൻ ഹെൽമറ്റ് ധരിച്ചില്ലെങ്കിൽ പോലും അത് ഡ്രൈവറുടെ ലൈസൻസിനെയാകും ബാധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: എണ്ണ കമ്പനികൾ പെട്രോൾ, ഡീസൽ വില അടിക്കടി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ആഘാതം കുറയ്ക്കാനായിട്ട് സംസ്ഥാനത്തെ ഇന്ധന സെസ് സർക്കാർ പിൻവലിച്ചേക്കും. UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ വിസ്മയമായി ഈ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. 1% നികുതി സെസ്സും 2 രൂപ സാമൂഹ്യ സുരക്ഷാ സെസ്സും അടക്കം 3 രൂപയാണ് ഓരോ ലിറ്റർ പെട്രോളിനും ഡീസലിനും സംസ്ഥാനത്ത് അധികമായിട്ട് ഈടാക്കുന്നത്. ഈ മാസം 19-നാണ് സംസ്ഥാന ബജറ്റ്. 1.5 മാസത്തിനിടെ 10 രൂപയുടെ വർധനവാണ് പെട്രോളിനും ഡീസലിനും ഉണ്ടായത്. വിലക്കയറ്റത്തിൻ്റെ ആഘാതം പഠിച്ച ശേഷം അനുഭാവപൂർണ്ണമായിട്ടുള്ള തീരുമാനമുണ്ടാകുമെന്ന് ധനവകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉറപ്പു നൽകിയിരുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിനായിട്ട് പണം കണ്ടെത്താനായി 2023-24 ബജറ്റിലാണ് സംസ്ഥാനത്ത് പെട്രോളിനും ഡീസലിനും 2 രൂപ വീതം സെസ് ഏർപ്പെടുത്തിയത്. പ്രളയകാലത്തെ സാമ്പത്തിക നഷ്ടം നികത്താനെന്ന പേരിൽ ഏർപ്പെടുത്തിയ വിൽപ്പന നികുതിയുടെ മേലുള്ള 1% സെസ് കൂടി തുടരാനായിട്ട് തീരുമാനിച്ചതോടെയാണ് ആകെ സെസ് 3 രൂപയിലെത്തിയത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് തിരിച്ചടവ് മുടങ്ങിയവർക്ക് ആശ്വാസ പദ്ധതിയുമായിട്ട് സർക്കാർ. ആശ്വാസ് 2026 പദ്ധതിയിലൂടെ ഒറ്റത്തവണയായി വായ്പകൾ തീർപ്പാക്കാവുന്നതാണ്. വായ്പാ കുടിശ്ശിക ഒഴിവാക്കുക, കൂടുതൽ തിരിച്ചടവ് ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ജൂൺ 1 മുതൽ 100 ദിന പരിപാടിയായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഓഗസ്റ്റ് 31 വരെ വായ്പകൾ തിരിച്ചടയ്ക്കാവുന്നതാണ്. കാർഷിക സഹകരണ സംഘങ്ങളിൽ നിന്നെടുത്ത വായ്പകൾക്കാണ് പ്രഥമ പരിഗണന. പദ്ധതി കാലയളവിൽ ജപ്തി ഉൾപ്പെടെയുള്ള എല്ലാ തുടർ നടപടികളും നിർത്തിവെക്കും.
അർഹരായവർക്ക് പിഴപ്പലിശയും ഒഴിവാക്കി നൽകുന്നതാണ്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന കുടുംബങ്ങൾക്കും പലിശ ഇളവുണ്ട്. സ്വർണ്ണ വായ്പ, നിക്ഷേപ വായ്പ ഒഴികെയുള്ള എല്ലാ വായ്പകളും പദ്ധതിയിൽ പരിഗണിക്കും. 5 വർഷത്തിലേറെ കുടിശ്ശികയുള്ള 50,000 രൂപ വരെയുള്ള ചെറു വായ്പകൾക്ക് 50% പലിശ ഇളവ് നൽകും. തിരിച്ചടവ് മുടങ്ങിയവർക്കെതിരെയുള്ള എല്ലാ നടപടികളും നിർത്തിവെക്കാൻ സഹകരണ സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ടുള്ള KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. പ്രായഭേദമന്യേ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ലഭ്യമാകും. പ്രിയദർശിനി എന്ന പേരിലാണ് സൗജന്യ യാത്ര നടപ്പിലാക്കുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ KSRTCക്ക് 750 മുതൽ 800 കോടി രൂപയോളം സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നാണ് കണക്ക്. ഈ തുക സർക്കാർ നൽകും. സ്റ്റേറ്റ് അറ്റോർണിയായിട്ട് അനൂപ് വി നായരെ നിയമിച്ചെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളുടെ വിതരണവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ജൂൺ മാസം 19-ാം തീയതി അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിലായിരിക്കും ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഉണ്ടാവുക. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്നുള്ള മാസങ്ങളിലെ പെൻഷൻ വിതരണവും നടക്കുക. നിലവിലെ അടിസ്ഥാന പെൻഷൻ തുക 3,000 രൂപയാക്കി ഉയർത്തുമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ നൽകിയിരുന്ന ഉറപ്പ്. എന്നാൽ ഈ തുക ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാകുമോ, അതോ മുൻ സർക്കാരുകളെ പോലെ 5 വർഷം കൊണ്ട് പടിപടിയായിട്ട് ഉയർത്തിയത് 3,000 രൂപയിൽ എത്തിക്കുകയാണോ ചെയ്യുക എന്നാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത്. സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയ ധവളപത്രത്തിലൂടെ നമ്മളെല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ധനവകുപ്പിൻ്റെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പരിഗണിച്ച ശേഷമായിരിക്കും സർക്കാർ ഇതിൽ അന്തിമ തീരുമാനമെടുക്കുക. ഏതായാലും ജൂൺ 19-ാം തീയതിയിലെ ബജറ്റോടെ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ പൂർണ്ണമായ ഒരു വ്യക്തത വരുന്നതായിരിക്കും. പെൻഷൻ വിതരണത്തിനായിട്ട് 23-ാം തീയതിയോടെ കടമെടുപ്പ് ഉണ്ടാകും. തുടർന്ന് 24, 25 തീയതികളിലായിട്ട് പെൻഷൻ വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിക്കും. ഇത് സംബന്ധിച്ച ഉത്തരവും പുറത്തു വരുന്നതായിരിക്കും. നിർണായക ഉത്തരവ് ബജറ്റിന് മുൻപായി തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൂൺ 26-ന് മുഹറം പ്രമാണിച്ച് അതിനു മുൻപ് തന്നെ തുക ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചു തുടങ്ങാനാണ് സാധ്യത. ഇതിനായിട്ടുള്ള നീക്കങ്ങളൊക്കെ തന്നെ ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജൂലൈ മാസം ആദ്യ വാരത്തിന് മുൻപായി തന്നെ ഏകദേശം ജൂലൈ മാസം 5-ാം തീയതിക്കുള്ളിൽ തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ കൈകളിൽ സ്വീകരിക്കുന്നവർക്ക് കൈകളിലേക്കും പെൻഷൻ എത്തിക്കാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. കൂടാതെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഈ മാസം 1 ഗഡു ലഭിക്കുമെന്നാണ് വിവരം. ബാക്കിയുള്ള പെൻഷനുകളുടെ കാര്യത്തിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പുതിയ സൂചനകൾ എന്തെങ്കിലുമൊക്കെ തന്നെ വന്നാൽ തീർച്ചയായിട്ടും വരും മണിക്കൂറുകൾ ലഭിച്ചാൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വർധനവുമായി എത്തി ഉപഭോക്താക്കളുടെ നെഞ്ചിടിപ്പേറ്റിയ സ്വർണ്ണവിലയിൽ ഇന്നലെ വീണ്ടും ഇടിവ്. പവന് ഒറ്റയടിക്ക് 3,000 രൂപയ്ക്ക് മുകളിലാണ് കുറഞ്ഞത്. കേരളത്തിലും രാജ്യാന്തര വിപണിയിലുമൊക്കെ തന്നെ സമീപകാലത്തെ തകർച്ചയാണ് സ്വർണ്ണവില നേരിട്ടത്. ഇന്നലെ 2026 ജൂൺ 10 ബുധനാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 395 രൂപ കുറഞ്ഞ് 13,645 രൂപയും പവന് 3,160 രൂപ കുറഞ്ഞ് 1,09,160 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഇവിടെ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.